ഹലോ കേട്ടോ, തീപ്പന്തിലേക്ക് സ്വാഗതം കേട്ടല്ലേ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ ആ ഒരു കോംബോ ജാസ്മിൻ ഗബ്രി എന്ന കോംബോയിലെ ഗബ്രി പോയിരിക്കണില്ലല്ലേ. സത്യം പറയാലോ, ഇന്നലെ മെഞ്ഞാന്ന് കേരളക്കാരെ ആഘോഷ നിമിഷമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻസ് പോയിട്ട് ആദ്യമായിട്ടായിരിക്കും ഇത്രയും സന്തോഷം ആൾക്കാർക്ക്, മനസ്സിലായില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ അജ്ജാതി വൈബ് ഇല്ലടല്ലേ. എന്താ വെച്ചാൽ എൻ്റെ മോനെ കാണണം, ആ ബിഗ് ബോസിൻ്റെ അവിടുത്തെ ജാസ്മിൻ്റെ കാര്യത്തിലൊക്കെ കാണണമെങ്കിൽ സത്യം പറയാമല്ലോ നമുക്ക് ചിരി വന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വേണം എന്നൊരു മൈൻഡാണ് കേരള മൊത്തം ബിഗ് ബോസ് ആരാധകർക്കും. സത്യം പറയല്ലോ, എന്ത് വെച്ചാൽ അജ്ജാതി വെറുപ്പിക്കാണില്ലടല്ലേ ഇവര്. സത്യം പറയല്ലോ, എന്താ വെച്ചാൽ ഇപ്പം ടെലികാസ്റ്റ് ചെയ്യണത് അങ്ങനത്തെ സീനുകളൊക്കെ ആയിരിക്കാം നടക്കണത്, അങ്ങനത്തെ സീനുകളൊക്കെ ആയിരിക്കാം ടെലികാസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ഇൻട്രസ്റ്റ് അങ്ങനെയാണ്. ബട്ട് എന്നാലും കൂടുതൽ ഓഡിയൻസിനോട് ആര് പുറത്തു പോകണം എന്ന് ചോദിച്ചു, ബിഗ് ബോസ് സീസൺ 6 ആര് പുറത്തു പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പറയുന്നത് ജാസ്മിൻ ഗബ്രി എന്നതേ പറയുള്ളൂ. പിന്നെയും ഞാൻ കുറേ വീഡിയോസിലൊക്കെ വന്ന ബിഗ് ബോസ് പേജുകളിലും അല്ലെങ്കിൽ ഏഷ്യനെറ്റിൻ്റെ ആ ഒരു ഇതിൽ പ്രൊമോയിലൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ ഇപ്പോൾ കമൻറ്റ് നോക്കുന്ന സമയത്ത് അയ്യോ ഈ ജാസ്മിനെ കൂടെ കൊണ്ടുപോയിക്കൂടെ, എന്തിനാണ് ഈ ഒരാളെ മാത്രം കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമൻറ്റ് സത്യം പറഞ്ഞ ഫുള്ള് അതിൻ്റെ റീൽ ഇറങ്ങി അങ്ങനെ ഇറങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജാസ്മിൻ അല്ല ഗബ്രി പുറത്തായ സമയത്ത് ഫുള്ള് റീൽ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ മറ്റേ സുരാജ് ചേട്ടൻ്റെ മറ്റേ തേജ ഫാമിലി ഡാൻസ് കളിക്കില്ല, അതുപോലെ എന്താ വെച്ചാൽ പുറത്തായി വരുന്ന നിമിഷത്തിൽ താഴെ ഓഡിയൻസ് കേരള ജനത വേണ്ടി ഡാൻസ് ഫുൾ വൈബ്. സത്യം പോലെ എന്താണ് എന്താ വെച്ചാൽ ഒരു കണ്ടസ്റ്റൻസ് പോകുമ്പോൾ കേട്ടോ, നമ്മളൊക്കെ നോർമലി ബിഗ് ബോസ് കാണുമ്പോൾ ഈ എവിക്ഷൻ ടൈമിൽ എലിമിനേഷൻ ടൈമിൽ എന്താ വെച്ചാൽ ഒരാളെ പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് കരയും. അതിനിപ്പോൾ ആക്ടിങ് ആണോ അറിയില്ല, ബാക്കിയുള്ളവർക്ക് കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോയില്ലാണ്ട് അവർക്ക് സന്തോഷിക്കാം. ബട്ട് ഇനിയിപ്പോൾ ആക്ടിങ് ആണെന്നല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയ വിഷമം തോന്നിയില്ല. എന്താ വെച്ചാൽ അയാൾ കരയുമ്പോൾ മനസ്സിലല്ല, ഇങ്ങനെ കരയുമ്പോൾ അയ്യോ പാവം പുറത്തായല്ലോ എന്നൊരു ഫീല് നമുക്കും വരും. ബട്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നില്ല. മനസ്സിലങ്ങോട്ട് ഒരു ആനന്ദം കേട്ടല്ലോ. ജാസ്മിൻ എന്തൊക്കെയോ കാണിക്കുന്നില്ലല്ലോ, ഓടിയൊന്ന് അലറണോ കരയണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ ആശ്വസിപ്പിക്കാൻ കുറേ ആൾക്കാർ, പിന്നെ കുറച്ച് പേര് കരയണൊക്കെ ഉണ്ട്. എന്താ സംഭവം നമുക്ക് അത് അറിയുമെന്ന് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജിൻഡോ ആശൻ അതൊക്കെ പറഞ്ഞ് തിരിച്ചു വരും, അവൻ തിരിച്ചു വരും കരയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കാര്യമില്ലല്ലോ എല്ലാവരും. അതിന് അവർക്ക് ആനന്ദം കണ്ടിട്ടാണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ, കാര്യമില്ല. പിന്നെ നമ്മുടെ ഗബ്രി നേരെ പുറത്തു പോയ സമയത്ത് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് കൊച്ചി എയർപോർട്ടിൽ മറ്റേ വന്ന പോലെ ഫാൻസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, വീട്ടുകാരുണ്ടോന്ന് അറിയില്ല. പിന്നെ ഇൻ്റർവ്യൂക്കാരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗബ്രിൻ്റെ ഇൻ്റർവ്യൂ 2 ദിവസം കഴിഞ്ഞ് വരും ആയിരിക്കാം കേട്ടല്ലോ, അത് വരും എന്തായാലും. അപ്പം അങ്ങനെ ഗബ്രി എവിക്റ്റഡ് ആയിരിക്കണമെങ്കിൽ ഇല്ലടല്ലേ. ഇനിയിപ്പോൾ ആകെ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ കോംബോ ഇല്ലടല്ല, കോംബോയിൽ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. ഇനി ജാസ്മിൻ ഒറ്റയാൾ പോരാട്ടം നടത്തുമോ എന്നറിയില്ല, ഇനി സൈലൻ്റ് ആയിരിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ജാസ്മിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും, എന്നിട്ട് ആരൊക്കെ ഇനി ഓപ്പോസിറ്റ് എതിർക്കാൻ വേണ്ടി നിൽക്കുന്നു നമുക്കറിയില്ല, നോക്കാവില്ലടല്ല എന്തായാലും. ബട്ട് എന്നാലും ബിഗ് ബോസിൽ ജാസ്മിനും ഗബ്രിൻ്റെ സമയത്തും ജാസ്മിൻ തന്നെയാണ് കറക്റ്റ്. എന്താ വെച്ചാൽ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറയേണ്ടത് കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ പറയാ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കാര്യങ്ങൾ എതിർക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് പ്രശ്നമാക്കാനും അല്ലെങ്കിൽ വോയിസ് കിടാനൊക്കെ ജാസ്മിൻ തന്നെയാണ് ഫ്രണ്ടിൽ. ഗബ്രി ജസ്റ്റ് അടി വന്നിട്ട് ഇങ്ങനെ ഒരു ക്യാമറ റോൾ പോലെ ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് പോവുള്ളൂ. അപ്പോൾ കാര്യമില്ല, എന്തായാലും ജാസ്മിൻ ഒറ്റയ്ക്ക് പോരാടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെ വരണില്ല, ഗെയിം പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിലോ പ്രശ്നങ്ങൾ വരണം, എന്നാലും ആൾക്കാർ കാണാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ, ആൾക്കാർ കാണാനായിരിക്കും ഒരു ഇതുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ എന്തായാലും കണ്ടറിയില്ലട എന്ത് സംഭവിക്കുന്നത്. പിന്നെ ഇനി അടുത്ത വിക്ഷനല്ലേ അടുത്ത എലിമിനേഷൻ ടൈമിൽ കുറേ ആൾക്കാർ പോകണ്ട. എന്താ വെച്ചാൽ ബിഗ് ബോസ് സീസൺ 5 മറ്റേ ഫിനാലൊക്കെ ആരംഭിക്കാറ്. എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ, ചിലപ്പോൾ ഒരു ആഴ്ചയിൽ 2 പേരൊക്കെ വെച്ച് എലിമിനേറ്റ് ചെയ്യാം, അങ്ങനെയാണില്ലട. എന്താ വെച്ചാൽ എപ്പോൾ ഏതൊന്നും നമുക്ക് പറയാനേ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഗബ്രി പോയിരിക്കണല്ലോ, ജാസ്മിൻ ഗബ്രി. ഞാൻ സംഭവം ബിഗ് ബോസ് കാണില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് കാണില്ല. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് പേജ് നമ്മൾ കാണുന്നതാണ്, പിന്നെ ഓരോ പിള്ളേരെ അയച്ചു തരാനാണ്, പിന്നെ നമ്മൾ ഈ ട്രോൾ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിലും പിള്ളേർക്ക് അയച്ചു തരാനാണ്. അല്ലാതെ ബിഗ് ബോസ് കാണാനുള്ള സമയമില്ലല്ലോ, സത്യം പറയല്ലോ, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ ഒരു സൈഡ് അഖിലേട്ടനും പിന്നെ ബിഗ് ബോസ് പങ്കെടുത്ത കണ്ടസ്റ്റൻസിനൊക്കെ ഒരു സൈഡ് പ്രശ്നങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കാനില്ലേ, അത് ആ വഴിക്ക് അങ്ങനെ പോട്ടെ. ഇത് ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എലിമിനേഷൻ നമ്മുടെ ഗബ്രി എവിക്ഷൻ ആയപ്പോൾ ഞാൻ വന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കാനില്ല. ഇനിയിപ്പോൾ എന്താ ജാസ്മിൻ പോരാട്ടം എങ്ങനെയായിരിക്കും, ഇനിയിപ്പോൾ ആരൊക്കെ ജാസ്മിൻ്റെ കൂടെ നിൽക്കും, ഇനി എന്താ ജാസ്മിൻ തളർന്ന് പോവോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇന്നോട്ട് കണ്ടാൽ അറിയാം. എന്തായാലും ഞാൻ ഇന്നോട്ട് കാണാൻ നോക്കാവില്ല മാക്സിമം കേട്ടല്ലോ. കണ്ടിട്ട് ഞാൻ പുതിയ അപ്ഡേറ്റ് അയച്ച് വരാം. അപ്പോൾ അത്രേ ഉള്ളൂ.